ഹലോ ഗായ്സ്, ഇന്നൊരു വീക്കെൻഡ് ആണ്. അപ്പോൾ അതേ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതല്ല, ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഇറങ്ങി കേട്ടോ. കുറേ നാളെ വിചാരിക്കുന്നുണ്ട് ഇതിനെ പറ്റിയൊന്ന് അറിയണം, ഇത് മേടിച്ചാലോ, അങ്ങനെ കുറേ കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് എക്കോവാക്സ് എന്ന് പറയുന്നത് നമ്മുടെ റോബോ വാക്യൂമിൻ്റെ ഷോറൂം ഇവിടെ തന്നെ പൂനെയിലുണ്ട്. ഈവൻ നമ്മളിപ്പോൾ ഓൺലൈനിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് മേടിച്ചാലും നമ്മൾ ഇത്തിരി കൺഫ്യൂസ്ഡ് ആവും. പ്രത്യേകിച്ച് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് ഇതിൻ്റെ സർവീസിനെ പറ്റിയും ഡീറ്റെയിൽസും ഒക്കെ. അപ്പോൾ നമുക്ക് ഷോറൂമിൽ പോയി ഒരു ട്രയൽ കണ്ടിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചെങ്കിലും സമാധാനമായിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ വന്നതാണ്, അതിനെപ്പറ്റി വന്നു, പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് അറിഞ്ഞു, അതിന് അബൌട്ട് ദ ബ്രാൻഡ്, സ്പെസിഫിക്കേഷൻ, വാറണ്ടി, സർവീസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കാര്യം ഇതിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സർവീസ് ഇല്ലെങ്കിൽ പണിപാളും. തനിക്കുട്ടി ആകെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ. കാരണം അവൾ വിചാരിച്ചു അവൾക്ക് എന്തോ വലിയ നമ്മുടെ ടോയ് മേടിച്ച് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ നമ്മൾ മാറുന്നുണ്ടായിരുന്നില്ല. ഡീറ്റെയിൽസ് ഒക്കെ കേട്ടിട്ട് ഞാനും ശ്രീയും കുറച്ച് നേരം ഇരുന്ന് ഡിസ്കസ് ചെയ്തു, വേണോ വേണ്ടയോ, ഓക്കെ തൽക്കാലം ഒന്ന് ഹോൾഡിൽ വെച്ചാലോ. കാരണം കുറച്ച് അഡ്വാൻസ് വേർഷനാണ് നമ്മൾ മേടിക്കുന്നത്, നമ്മുടെ നീഡ് അനുസരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് റേറ്റ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയി ഡിന്നർ കഴിക്കാനായിട്ടോ. ടിയാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഒതൻറ്റിക് ചൈനീസ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മൾ സെക്കൻഡ് ടൈമായിട്ട് അവിടെ വിസിറ്റ് ചെയ്യുന്നത്. നല്ല ഭക്ഷണമാണ് ഇവരുടെ. നമ്മൾ ഫസ്റ്റ് വന്നിട്ട് ഓർഡർ ചെയ്തത് സൂപ്പാണ്, ലൈക്ക് ടിയാൻ മാഞ്ചോ ചിക്കൻ വിത്ത് ക്രിസ്പി നൂഡിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇട്ടുവെട്ട ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. കുറച്ച് ക്രൗഡഡ് ആണ്, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ രണ്ടാമത്തെ അവരുടെ ഒരു സിഗ്നേച്ചർ ഡിഷ് ആയിട്ടുള്ള സ്പെയർ റിബ്സ് എന്ന് പറഞ്ഞിട്ട് വിത്ത് ബാർബിക്യൂ സോസ്. ഈ ഒരു കോംബോ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത്, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്റ്റാർട്ടർ ഓർഡർ ചെയ്തു, അതായത് ഡൈനാമിക് പ്രോൺസ് എന്ന് പറഞ്ഞിട്ട്, അത് ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ മെയിൻ ഡിഷിലേക്ക് കടന്നു, അതായത് ക്ലേ പോട്ട് റൈസ് പ്രോൺസ്, അതായത് വിത്ത് ഓൾ സീ ഫുഡ് മിക്സ് ചെയ്ത ഒരു കിച്ചടി ഫോമിലുള്ള ഒരു റൈസാണ്. അത്ര പോരെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കിച്ചടി ഫോമിൽ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എന്തോ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മുടെ ലാസ്റ്റ് നമ്മുടെ ഡെസേർട്ട് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞിട്ട്, യൂഷ്വലി നമ്മൾ കടയിൽ പോകുമ്പോൾ ഓർഡർ ചെയ്യാറുണ്ട്, ലൈക്ക് ചീസ് കേക്ക് വിത്ത് ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അതിൻ്റെ മണ്ടയിൽ തന്നെ ഐസ്ക്രീം വെച്ചിട്ട് അങ്ങനെ നമ്മൾ കഴിക്കുന്നത്. ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് തന്നിട്ട് നമ്മൾ തന്നെ മിക്സ് ചെയ്ത് കഴിക്കണം കേട്ടോ. അതിനൊരു പ്രത്യേക സ്വാദുണ്ടായിരുന്നു, എനിക്കെന്താ അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിച്ചു വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞിട്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.